നമുക്ക് ഈ ലോകത്തെ കാണുന്ന രീതിയൊന്ന് മാറ്റിയാലോ? നമ്മൾ എന്തിനെയെങ്കിലും നോക്കുമ്പോൾ അതിനെ കഷണങ്ങളായി വിഭജിക്കാതെ സമ്പൂർണമായി ദർശിക്കാൻ നമുക്ക് കഴിയും. ഒരു വസ്തുവിനെ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥത്തെ മറന്നുകൊണ്ട്, അത് സ്വർണമാകാം, മണ്ണാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം, ഈ പദാർത്ഥത്തെ മറന്നുകൊണ്ട് അതിനെ വെറുമൊരു രൂപമായി മാത്രം കാണുക. ഭൗതികമായതിൽ നിന്ന് അഭൗതികതയിലേക്കുള്ള ഒരു പാലമാണിത്. പദാർത്ഥത്തെ മറക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ അവിടെ നിലയ്ക്കും. നമ്മുടെ നോട്ടത്തിന് പുറത്തേക്ക് സഞ്ചരിക്കാൻ വഴിയില്ലാതെ വരുമ്പോൾ ആ നദി പിന്നോട്ടൊഴുകാൻ തുടങ്ങും. അന്ന് സോക്രട്ടീസ് നക്ഷത്രങ്ങളെ നോക്കി നിന്നതുപോലെ ലോകം അപ്രത്യക്ഷമാകുകയും നമ്മൾ നമ്മെ തന്നെ തിരിച്ചറിയുകയും ചെയ്യുന്ന ആ മിന്നൽ പിണർ, ആ നിർവൃതി, അത് അനുഭവിക്കാം നമുക്ക്. ലോകം ഒരു മായയായി മാറുന്നതും ആത്മാവ് പ്രകാശിക്കുന്നതും ഇവിടെയാണ്. രൂപത്തിൽ നിന്ന് ബോധത്തിലേക്കുള്ള നമ്മുടെ ഈ മഹായാത്രയിൽ നിങ്ങളും പങ്കുചേരുക. പുതിയൊരു മനുഷ്യനായി നമുക്കുണരാം. ഏറ്റവും പ്രിയമുള്ളവരെ, നമസ്കാരം. ദിവ്യബോധം എന്ന നമ്മുടെ ഇന്നത്തെ യാത്രയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കണ്ണുകളെ നിശ്ചലമാക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ ഒരു വസ്തുവിനെ എങ്ങനെ ദർശിക്കണം എന്നതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ ലോകത്ത് നമ്മൾ എല്ലാത്തിനെയും കഷ്ണങ്ങളായാണ് കാണുന്നത്. എന്നാൽ ഭഗവാൻ ഇവിടെ നമ്മോട് പറയുന്നത് മുഴുവനായി നോക്കുക എന്നാണ്. നമ്മുടെ കാഴ്ചയിലെ ആ വിഭജനം മാറുമ്പോൾ നമ്മുടെ ബോധത്തിൽ എന്ത് മാറ്റമുണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. ഈ വിദ്യയുടെ ആദ്യ പടവായ സമഗ്ര ദർശനത്തെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ ചിന്തിക്കാം. സാധാരണയായി ഒരു വസ്തുവിനെ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സത്യത്തിൽ നമ്മൾ ഒന്നിനെയും പൂർണ്ണമായി ഒരിക്കലും കാണാറില്ല. അങ്ങനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഉദാഹരണത്തിന്, നമ്മൾ ഒരാളെ നോക്കുമ്പോൾ ആദ്യം അയാളുടെ മുഖമായിരിക്കും കാണുക, പിന്നെ അയാളുടെ വസ്ത്രത്തെ കാണും, പിന്നീട് അയാളുടെ കൈകാലുകൾ കാണും. ഇവിടെ നമ്മുടെ കണ്ണുകൾ എ എന്ന ബിന്ദുവിൽ നിന്ന് ബി എന്ന ബിന്ദുവിലേക്ക് നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ അറിയാതെ സംഭവിക്കുന്ന ഒന്നാണെങ്കിലും ഇതിന് പിന്നിൽ നമ്മുടെ മനസ്സിന്റെ ഒരു തന്ത്രമുണ്ട്. നമ്മളൊരു വസ്തുവിനെ അംശങ്ങളായി വിഭജിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുവാൻ നമ്മൾ അവസരം നൽകുകയാണ്. കണ്ണുകൾക്ക് ചലനം ആവശ്യമാണെന്ന് നമുക്കറിയാം. ആ ചലനം നിലനിർത്താൻ വേണ്ടി നമ്മൾ ഈ ലോകത്തെ കഷണങ്ങളായിട്ടാണ് കാണുന്നത്. ഒരാളുടെ മുഖം നമ്മൾ കാണുമ്പോൾ അയാളുടെ ഉടൽ കാണില്ല. ഉടലിലേക്ക് ശ്രദ്ധ മാറുമ്പോൾ അയാളുടെ മുഖം നമ്മുടെ ദൃഷ്ടിയിൽ നിന്നും മറയുകയും ചെയ്യും. ഈ കഷണങ്ങളായുള്ള നോട്ടം നമ്മെ എപ്പോഴും ഒരറ്റത്തു മാത്രം നിർത്തുകയാണ്. എന്നാൽ ഈ വിദ്യയിൽ നമ്മൾ പരീക്ഷിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയാണ്. ഇനി മുതൽ എന്തിനെയെങ്കിലും നോക്കുമ്പോൾ അതിനെ ഭാഗങ്ങളായി വിഭജിക്കാതെ സമ്പൂർണമായി ദർശിക്കണം. നമ്മൾ വലിയൊരു ആൾക്കൂട്ടത്തെയാണ് നോക്കുന്നതെങ്കിൽ ഓരോരുത്തരെയായി നോക്കുന്നതിന് പകരം ആ കൂട്ടത്തെ മുഴുവനായി ഒരൊറ്റ രൂപമായി നമ്മുടെ നോട്ടത്തിലേക്ക് കൊണ്ടുവരണം. നമ്മൾ എ എന്നതിനെ നോക്കി ബിയിലേക്ക് മാറുമ്പോൾ നമ്മൾ എയിനെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ശ്രദ്ധ ചിതറിപ്പോകുകയാണ്. എന്നാൽ നമ്മൾ എല്ലാറ്റിനെയും ഒന്നിച്ച് വിഭജിക്കാതെ കാണുമ്പോൾ നമ്മൾ ഒരിടത്തും പോകുന്നില്ല. അവിടെ നമ്മൾ നമ്മളിൽ തന്നെ കേന്ദ്രീകൃതനായി നിൽക്കുകയാണ്. ഈ വിദ്യയുടെ ഒന്നാമത്തെ നിർബന്ധന എന്നത് ഒരു വസ്തുവിൻ്റെ അരികുകളിലേക്കോ ബാഹ്യ വശങ്ങളിലേക്കോ നോക്കാതിരിക്കുക എന്നതാണ്. പകരം അതിനെ സമഗ്രമായി ഉൾക്കൊള്ളുക. നോക്കൂ, ഇവിടെ നമ്മൾ എന്തിനാണ് ഒന്നിനെ ഇങ്ങനെ മുഴുവനായി കാണാൻ ശ്രമിക്കുന്നത്? അതിന് പിന്നിലെ രഹസ്യം എന്നത് വളരെ ലളിതമാണ്. ഒരു വസ്തുവിനെ നമ്മൾ സമഗ്രമായി ദർശിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ ചലിക്കില്ല,
കണ്ണുകൾക്ക് ചലിക്കാൻ നമ്മൾ അവിടെ ഒരവസരവും നൽകുന്നില്ല. നമ്മുടെ കണ്ണുകളുടെ ചലനങ്ങൾ നിൽക്കുമ്പോൾ നമ്മുടെ ബോധം പുറത്തേക്ക് ഒഴുകുന്നതും നിൽക്കും. നമ്മളൊരു പാത്രത്തെ നോക്കുമ്പോൾ അതിൻ്റെ വശങ്ങളിലേക്കോ അതിൻ്റെ നിർമ്മാണ രീതിയിലേക്കോ ശ്രദ്ധിക്കാതെ ആ രൂപത്തെ മാത്രം ഒരൊറ്റ കാഴ്ചയിൽ ഒതുക്കണം. തുടക്കത്തിൽ ഇത് നമുക്കല്പം ബുദ്ധിമുട്ടായി തോന്നാം. കാരണം നമ്മളെപ്പോഴും ഭാഗങ്ങളെ കാണാൻ ശീലിച്ചവരാണ്. എന്നാൽ ഈ പരിശീലനം നമ്മുടെ കണ്ണുകളെയും അതുവഴി നമ്മുടെ മനസ്സിനെയും ഒരു നിശ്ചലാവസ്ഥയിലേക്ക് എത്തിക്കും. ഈ നിശ്ചലതയാണ് നമ്മെ നമുക്കുള്ളിലേക്ക് നയിക്കുന്ന ആ വാതിൽ. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് കാഴ്ചയിലെ വിഭജനം എന്നത് മനസ്സിന്റെ ചലനമാണെന്നും കാഴ്ചയിലെ സമഗ്രത ആത്മാവിന്റെ നിശ്ചലതയാണെന്നുമാണ്. നമ്മളൊരു പാത്രത്തെയാണ് നോക്കുന്നതെങ്കിൽ ആ പാത്രത്തിൻ്റെ മുഴുവൻ രൂപത്തെയും ഒരൊറ്റ കാഴ്ചയിൽ തന്നെ ഉൾക്കൊണ്ട് കഴിയും. ഇവിടെയാണ് ശിവൻ രണ്ടാമത്തെ നിബന്ധന മുന്നോട്ട് വയ്ക്കുന്നത്. ആ പാത്രം എന്തുകൊണ്ടുണ്ടാക്കിയതാണെന്ന് നമ്മൾ കാണരുതെന്നാണ് ഭഗവാൻ പറയുന്നത്. അത് മരം കൊണ്ടാണോ സ്വർണം കൊണ്ടാണെന്നോ അതോ വെള്ളി കൊണ്ടാണെന്നോ നിർമ്മിച്ചതെന്ന് നമ്മൾ അവിടെ ശ്രദ്ധിക്കരുത്. ആ പദാർത്ഥത്തെ പൂർണ്ണമായും മറന്നുകൊണ്ട് അതിൻ്റെ രൂപത്തിലേക്ക് മാത്രം നമ്മുടെ ദൃഷ്ടിയെ ഉറപ്പിക്കണം. ഇവിടെ പദാർത്ഥത്തെ മറക്കാൻ നമ്മൾ പറയുന്നത് ഒരു വസ്തുവിൻ്റെ ദ്രവ്യം അഥവാ പദാർത്ഥം എന്നത് അതിൻ്റെ ഭൗതികമായ വശമാണ്. എന്നാൽ രൂപം എന്നത് അതിൻ്റെ ആത്മീയമായ വശവുമാണ്. നമ്മളൊരു വസ്തുവിനെ സ്വർണമെന്ന് കാണുമ്പോൾ നമുക്കുള്ളിൽ ആയിരക്കണക്കിന് ചിന്തകൾ ഉണരാൻ തുടങ്ങും. ഇതിൻ്റെ വില എന്തായിരിക്കും? ഇതെനിക്ക് സ്വന്തമാക്കാൻ കഴിയുമോ? ഇത് മോഷ്ടിക്കപ്പെടുമോ? ഇത്തരത്തിലുള്ള ഭൗതികമായ ചിന്തകൾ നമ്മുടെ മനസ്സിനെ ചങ്ങലക്കിടും. ഒരു പദാർത്ഥത്തെ നോക്കുമ്പോൾ നമ്മൾ അതിനെ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ സ്വന്തമാക്കാനോ ആഗ്രഹിക്കും. എന്നാൽ ഇവിടെ നമ്മൾ പദാർത്ഥത്തെ മറന്ന് രൂപത്തിൽ മാത്രം ശ്രദ്ധിക്കുമ്പോൾ അവിടെ ചിന്തകൾക്ക് യാതൊരു സാധ്യതയും ഇല്ലാതാകുകയാണ്. ശുദ്ധമായ ഒരു രൂപത്തിന് നമ്മെ മോഹിപ്പിക്കുവാനോ നമ്മുടെ ചിന്തകളെ ഉണർത്തുവാനോ കഴിയില്ല. ഒരു രൂപത്തിന് വിലയില്ല. രൂപത്തെ നമുക്ക് മോഷ്ടിക്കുവാനും വിൽക്കുവാനും കഴിയില്ല. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ മനസ്സവിടെ പരാജയപ്പെടും. നമ്മുടെ മനസ്സിന് പ്രവർത്തിക്കാൻ ഒരു പദാർത്ഥം എപ്പോഴും ആവശ്യമാണ്. നമ്മൾ പദാർത്ഥത്തെ നിഷേധിക്കുമ്പോൾ മനസ്സിൻ്റെ ചിന്താ പ്രക്രിയ അവിടെ നിലയ്ക്കുകയാണ്. നമ്മൾ ഭൗതികമായതിൽ നിന്ന് അഭൗതികമായ ആത്മീയതയിലേക്ക് ഒരു വലിയ ചുവടുവെപ്പ് നടത്തുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് പദാർത്ഥം എപ്പോഴും നമ്മെ പുറത്തെ ലോകത്ത് തളച്ചിടുമെന്നാണ്. രൂപം ചിന്തകളെ തടയുന്ന ഒരു കവചമായി മാറുകയാണ്. നമ്മളൊരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ നോക്കുമ്പോൾ അവർ വെളുത്തതാണോ കറുത്തതാണോ സുന്ദരനാണോ സുന്ദരിയാണോ എന്നൊന്നും ചിന്തിക്കാതെ ആ രൂപത്തെ മാത്രം നിരീക്ഷിക്കണം. നോക്കൂ, ഇവിടെ പറയുന്ന പദാർത്ഥത്തെ മറക്കുക എന്നത് തുടക്കത്തിൽ നമുക്ക് അല്പം വിലക്ഷണമായൊക്കെ തോന്നിയേക്കാം. കാരണം നമ്മുടെ മസ്തിഷ്കം എപ്പോഴും കാര്യങ്ങളെ വിലയിരുത്തുവാനാണ് ശീലിച്ചിട്ടുള്ളത്. എന്നാൽ പദാർത്ഥമില്ലാത്ത ശുദ്ധമായ രൂപത്തിലേക്ക് നമ്മൾ ദൃഷ്ടി ഉറപ്പിക്കുന്ന നിമിഷം നമ്മുടെ കണ്ണുകൾക്ക് പുറത്തേക്ക് സഞ്ചരിക്കാൻ ഒരു വഴിയില്ലാതാകും. ഈ അവസ്ഥയാണ് നമ്മെ നമ്മുടെ യഥാർത്ഥ സ്വത്വത്തിലേക്ക് നയിക്കുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ദ്രവ്യത്തെക്കാൾ പവിത്രമാണ് രൂപമെന്നും ഒരു പദാർത്ഥത്തെ ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ബോധത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാൻ തയ്യാറെടുക്കുകയാണെന്നുമാണ്. നമ്മൾ പദാർത്ഥത്തെ മറന്ന് രൂപത്തിലേക്ക് മാത്രം നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന മാറ്റത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ വിചിത്രമായ ചില ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. ഒരേ സമയം ഒരു വൃദ്ധയുടെ രൂപവും സുന്ദരിയായ യുവതിയുടെ രൂപവും മറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ. ഇതിനെ നേരെ നോക്കിയാൽ വൃദ്ധയുടെ ചിത്രവും തലതിരിച്ചു പിടിച്ചാൽ സുന്ദരിയായ യുവതിയുടെയുമായിരിക്കും. ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതിലെ ഏറ്റവും വലിയ അത്ഭുതം എന്നത്
നമുക്കൊരിക്കലും ആ രണ്ട് രൂപങ്ങളെയും ഒരേ സമയം കാണാൻ കഴിയില്ല എന്നതാണ്. നമ്മൾ വൃദ്ധയെ കാണുമ്പോൾ യുവതി അവിടെ അപ്രത്യക്ഷമാകും, യുവതിയെ കണ്ടെത്തുമ്പോൾ വൃദ്ധ അദൃശ്യമാകും. സത്യത്തിൽ ഇവ രണ്ടും അവിടെ തന്നെയുണ്ട്. പക്ഷെ നമ്മുടെ ബോധത്തിന് ഒരേ സമയം ഒന്നിൽ മാത്രമേ കേന്ദ്രീകരിക്കാൻ കഴിയൂ. ഇതേ പ്രതിഭാസമാണ് നമ്മുടെ ആന്തരിക യാത്രയിലും സംഭവിക്കുന്നത്. പുറത്തെ ലോകത്തെ നോക്കുന്നതും നമുക്കുള്ളിലേക്ക് നോക്കുന്നതും ഒരേ സമയം സാധ്യമല്ല. നമ്മൾ ലോകത്തെ അറിയുമ്പോൾ നമ്മെ തന്നെ മറന്നുപോകും. നമ്മൾ നമ്മെ തന്നെ അറിയാനിടയാകുമ്പോൾ ഈ ലോകവും അപ്രത്യക്ഷമാകും. അതുകൊണ്ടാണ് ശങ്കരാചാര്യരും നാഗാർജുനുമെല്ലാം ഈ ലോകം ഒരു മിഥ്യയാണെന്ന് പറയുന്നത്. ഈ ലോകമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം, മറിച്ച് നമ്മൾ നമ്മുടെ ആത്മാവിനെ ദർശിക്കുമ്പോൾ ലോകം അവിടെ ഇല്ലാതാകുന്നു എന്നതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് മാഞ്ഞു പോകുകയാണ്. നേരെ മറിച്ച് മാർക്സിനെ പോലെയുള്ള ഭൗതികവാദികൾ പറയുന്നത് ഈ ലോകം മാത്രമേ സത്യമായിട്ടുള്ളൂ എന്നാണ്. അവരും ശരിയാണ്. കാരണം അവരുടെ നോട്ടം എപ്പോഴും പുറത്തേക്കാണ്. പുറത്തേക്ക് നോക്കുമ്പോൾ ആത്മാവ് ഒരു സ്വപ്നം പോലെ അദൃശ്യമായിരിക്കും. നമുക്കുള്ളിലേക്ക് നേരിട്ട് നോക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. കാരണം നോക്കുവാനുള്ള നമ്മുടെ ശ്രമം തന്നെ ഒരു പിരിമുറുക്കമായി മാറും. അതുകൊണ്ടാണ് തന്ത്രശാസ്ത്രം നമ്മളോട് പറയുന്നത് നിങ്ങളുടെ നോട്ടത്തെ ലോകത്തിലെ ഏതെങ്കിലും ഒരു വസ്തുവിൽ ഉറപ്പിക്കുക എന്ന്. നമ്മൾ ആ രൂപത്തിലേക്ക് ഇമ പൂട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ അവിടെ ക്ഷീണിക്കും. പുറത്തേക്കൊഴുകാൻ മറ്റൊരു വഴിയുമില്ലാതെ വരുമ്പോൾ ആ നദി പിന്നോട്ടൊഴുകാൻ തുടങ്ങും. ആ ഒരു നിമിഷത്തിലാണ് ലോകം അപ്രത്യക്ഷമാകുന്നതും നമ്മൾ നമ്മുടെ സ്വന്തം സത്തയെക്കുറിച്ച് ബോധവാന്മാരാകുന്നതും. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ വിദ്യ നമ്മെ എത്തിക്കുന്നത് വിഭജനമില്ലാത്ത അവസ്ഥയിലേക്കാണെന്നാണ്. നമ്മളൊരു പാത്രത്തെയോ നക്ഷത്രത്തെയോ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്നൊരു മിന്നൽ പിണർ പോലെ നമ്മൾ നമ്മുടെ സ്വത്വത്തെ തിരിച്ചറിയും. ആ നിമിഷം പാത്രമോ നക്ഷത്രമോ അവിടെ ഉണ്ടാവില്ല. ആ വൃദ്ധ മറയുമ്പോൾ യുവതി തെളിയുന്നത് പോലെ ലോകം മറയുമ്പോൾ ആത്മാവ് പ്രകാശിക്കുകയാണ്. രണ്ടിനെയും ഒരേ സമയം കാണാൻ കഴിയില്ല എന്ന ഈ നിഗൂഢതയാണ് ആത്മീയതയിലെ ഏറ്റവും വലിയ പാഠം. നമ്മൾ ആരെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുവോ അതനുസരിച്ച് നമ്മൾ മറ്റേതിനെ ഉപേക്ഷിക്കേണ്ടി വരും. ഈ തിരിച്ചറിവാണ് നമ്മെ നമ്മുടെ യഥാർത്ഥ അവസ്ഥയിലേക്ക് നയിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകവും ആത്മാവും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്നാണ്. എന്നാൽ ഒരേ സമയം ഒരേ വശം മാത്രമേ നമുക്ക് കാണുവാനും കഴിയുകയുള്ളൂ. ഇവിടെ നമ്മൾ നമ്മെ തന്നെ കാണുമ്പോൾ ഈ ലോകം അപ്രത്യക്ഷമാകുന്ന ആ നിമിഷമാണ് നിർവൃതി എന്നത്. നമ്മുടെ കണ്ണുകൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. അവയ്ക്കെപ്പോഴും ചലനം ആവശ്യമാണ്. നമ്മളൊരു വസ്തുവിനെ സമഗ്രമായി ദർശിക്കുമ്പോൾ, അതായത് അതിൻ്റെ രൂപത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ, പുറത്തെ ലോകത്ത് സഞ്ചരിക്കാൻ നമ്മുടെ കണ്ണുകൾക്ക് യാതൊരുവിധ സാധ്യതയും നമ്മൾ നൽകുന്നില്ല. ഇങ്ങനെ സംഭവിക്കുമ്പോൾ വളരെ വിചിത്രമായ ഒരു പ്രതിഭാസം നമുക്കുള്ളിൽ ഉദയം ചെയ്യും. പുറത്തേക്കൊഴുകാൻ വഴിയില്ലാതെ വരുമ്പോൾ നമ്മുടെ കണ്ണുകൾ ക്ഷീണിക്കാൻ തുടങ്ങും. ആ ക്ഷീണത്തിനൊടുവിൽ ബോധത്തിന്റെ ആ വലിയ നദി തനിയെ പുറകോട്ട് തിരിയും. ഇതിനെ നമുക്ക് സ്വന്തം വീട്ടിലേക്കുള്ള മടക്കമെന്ന് വിളിക്കാം. നമ്മുടെ ബോധം ഇങ്ങനെ ഉള്ളിലേക്ക് തിരിയുമ്പോൾ ഒരു മിന്നൽ പിണർ പോലെ സ്പഷ്ടമായ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. ഞാനുണ്ട് എന്ന ആ വലിയ സത്യം ആദ്യമായി നമ്മൾ നേരിട്ട് അനുഭവിക്കും. നമ്മൾ ഇതിനെക്കുറിച്ച് പലയിടത്തും വായിച്ചിട്ടുണ്ടാകാം, കേട്ടിട്ടുണ്ടാകാം. പക്ഷേ നമ്മുടെ നോട്ടം തിരിച്ചു വന്ന് നമ്മുടെ ആത്മാവിൽ തട്ടുമ്പോൾ അനുഭവപ്പെടുന്ന ആ തിരിച്ചറിവ് മറ്റൊന്നുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല. അതുവരെ നമ്മൾ അറിഞ്ഞ സുഖങ്ങളെക്കാളും സന്തോഷങ്ങളെക്കാളും സുന്ദരവും സന്തോഷദായകവുമായിരിക്കും ആ നിമിഷം. വാസ്തവത്തിൽ ജീവിതത്തിൽ ആദ്യമായി നമ്മൾ നമ്മെ തന്നെ തിരിച്ചറിയുന്ന നിമിഷമാണത്. നമ്മളിവിടെ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യമെന്നത്, ഈ തിരിച്ചറിവ് സംഭവിക്കുമ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ വസ്തു, അതൊരു പാത്രമായാലും നക്ഷത്രമായാലും അവിടെ ഉണ്ടാവില്ല എന്നതാണ്. പുറത്തെ ലോകം പ്രകാശിക്കുമ്പോൾ നമ്മൾ അന്ധകാരത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്കുള്ളിലെ പ്രകാശം തെളിയുമ്പോൾ പുറത്തെ ലോകം ഒരു നിഴൽ പോലെ അപ്രത്യക്ഷമാകുകയാണ്. ഈ നിമിഷങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന ആ നിർവൃതി
വിവരിക്കാൻ വാക്കുകൾക്ക് കഴിയില്ല. നമ്മൾ നമ്മളായിത്തീരുന്ന നമ്മുടെ യഥാർത്ഥ അവസ്ഥ വെളിവാക്കപ്പെടുന്ന ഒരു പുണ്യ നിമിഷമാണത്. ഈ അവസ്ഥയിലേക്ക് എത്തുന്നതോടുകൂടി നമ്മളൊരു പുതിയ മനുഷ്യനായി മാറുകയാണ്. നമ്മൾ ഇത്രയും കാലം പുറത്തന്വേഷിച്ചു നടന്ന ആ ആനന്ദം നമുക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയും ഇവിടെ. ഈ വിദ്യയിലൂടെ നമ്മുടെ കണ്ണുകളെ ഒരു ഉപകരണമായി ഉപയോഗിച്ച് നമ്മുടെ ബോധത്തെ അതിൻ്റെ ഉറവിടത്തിലേക്ക് തിരിച്ചു വിടുകയാണ്. നമ്മൾ നമ്മളെ തന്നെ കണ്ടുമുട്ടുന്ന ഈ നിമിഷം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. ഇതിന് പദവിയോ പണമോ ആവശ്യമില്ല. മറിച്ച് നമ്മുടെ നോട്ടത്തെ വിവേകപൂർവം ഉള്ളിലേക്ക് തിരിക്കുവാനുള്ള ആ ഒരു കഴിവ് മാത്രം മതി. ആകാശം നമുക്കുള്ളിൽ വിടരുന്ന ഈ അനുഭവം നമ്മുടെ യാത്രയുടെ ഏറ്റവും വലിയ പാരിതോഷികമാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നോട്ടം പുറത്തെ വസ്തുക്കളിൽ തട്ടി നിൽക്കാനുള്ളതല്ലെന്നും മറിച്ച് അവയിൽ തട്ടി പ്രതിഫലിച്ച് നമ്മിലേക്ക് തന്നെ മടങ്ങാനുള്ളതെന്നുമാണ്. നമ്മൾ നമ്മെ തന്നെ തിരിച്ചറിയുന്ന ആ മിന്നൽ പിണറാണ് നമ്മുടെ ആന്തരിക വെളിച്ചമെന്നത്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിദ്യ എത്രത്തോളം പ്രായോഗികമാണെന്ന് മനസ്സിലാക്കാൻ മഹാനായ സോക്രട്ടീസിന്റെ ജീവിതത്തിലെ ഒരു സംഭവം മാത്രം നോക്കിയാൽ മതി. ഒരിക്കൽ ഏതൻസ് നഗരത്തിൽ നിന്നും സോക്രട്ടീസിനെ കാണാതായി. 48 മണിക്കൂറുകൾക്ക് ശേഷമാണ് നഗരത്തിന് പുറത്ത് ഒരു മരത്തിനടിയിൽ അദ്ദേഹം നിൽക്കുന്നത് ആളുകൾ കണ്ടെത്തിയത്. മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന ആ തണുപ്പിൽ ശരീരത്തിന്റെ പകുതി ഭാഗവും മഞ്ഞിനടിയിലായി അദ്ദേഹം മരവിച്ച് നിൽക്കുകയായിരുന്നു. അവിടെ കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്നിരിക്കുകയായിരുന്നു. എന്നാൽ അവ ആരുടെയും നേരെ നോക്കുകയായിരുന്നില്ല. ആ കണ്ണുകൾ കല്ലുകളെ പോലെ നിശ്ചലവും ഇളക്കമറ്റതുമായിരുന്നു. അദ്ദേഹത്തെ കുലുക്കി ഉണർത്തിയപ്പോൾ സമയം എത്രയായി എന്നതായിരുന്നു അദ്ദേഹത്തിൽ നിന്നും ആദ്യമായി വന്ന ചോദ്യം. സോക്രട്ടീസിനെ സംബന്ധിച്ചിടത്തോളം ആ 48 മണിക്കൂർ നേരം അവിടെ നിലനിന്നിരുന്നില്ല. കാലത്തിനും അപ്പുറമുള്ള ഏതോ ഒരു ലോകത്തായിരുന്നു അദ്ദേഹം. നക്ഷത്രങ്ങൾക്ക് നേരെ നിർനിമിഷനായി നോക്കി നിന്ന ആ നിമിഷങ്ങളിൽ പെട്ടെന്ന് ആ നക്ഷത്രങ്ങൾ അപ്രത്യക്ഷമായെന്നും പിന്നെ താൻ തന്നെ തന്നെയാണ് ദർശിച്ചതെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. സോക്രട്ടീസ് പറയുന്നത് ഇതാണ് മരണമെങ്കിൽ 1000 ജീവിതങ്ങളെക്കാളും അത് വില പിടിച്ചതാണെന്നാണ്. അദ്ദേഹം അറിയാതെ തന്നെ നക്ഷത്രങ്ങൾ അദ്ദേഹത്തിന് തൻ്റെ ഉള്ളിലേക്കുള്ള വാതിലായി മാറി. നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഇത് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. നക്ഷത്രങ്ങൾ ഈ വിദ്യയ്ക്ക് ഏറ്റവും അനുയോജ്യമായ വസ്തുക്കളാണ്. രാത്രിയിൽ മലർന്നു കിടന്നുകൊണ്ട് കറുത്ത ആകാശത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക നക്ഷത്രത്തിലേക്ക് നമ്മുടെ ദൃഷ്ടിയെ ഉറപ്പിക്കണം. ആ നക്ഷത്രത്തിലേക്ക് മാത്രം നമ്മുടെ ബോധത്തെ ചുരുക്കി കൊണ്ടുവന്ന് ക്രമേണ മറ്റ് നക്ഷത്രങ്ങൾ എല്ലാം അവിടെ അപ്രത്യക്ഷമായി മാറും. നമ്മൾ ആ നക്ഷത്രത്തിലേക്ക് മാത്രം നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് പുറത്തേക്ക് ചലിക്കാൻ വഴിയില്ലാതെ വരുമ്പോൾ ആ ഒരു നക്ഷത്രവും മാഞ്ഞു പോകുന്ന ഒരു നിമിഷം വരും. ആ നിമിഷമാണ് നമ്മൾ നമുക്ക് തന്നെ പ്രത്യക്ഷനായി തീരുന്നത്. പുറത്തെ വസ്തു മായുമ്പോൾ അകത്തെ വെളിച്ചമുദിക്കും അവിടെ. ഈ അനുഭവത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്നത് നക്ഷത്രങ്ങൾ നമുക്ക് നമ്മുടെ തന്നെ ആത്മാവിൻ്റെ പ്രതിഫലനങ്ങളാണെന്നാണ്. യാതൊരുവിധ ആത്മീയ പശ്ചാത്തലവുമില്ലാത്ത സോക്രട്ടീസിനെ പോലെയുള്ള ഒരു വലിയ ചിന്തകന് ഇത് സംഭവിക്കാമെങ്കിൽ വിവേകത്തോടെ പരിശീലിക്കുന്ന നമുക്ക് ഇത് എത്രത്തോളം എളുപ്പമായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. കണ്ണുകളെ നിശ്ചലമാക്കി ഒരു രൂപത്തിൽ ഉറച്ചു നിൽക്കുക. അത് നക്ഷത്രമായാലും ഒരു കളിമൺ പാത്രമായാലും അവസാനം അത് നമ്മെ എത്തിക്കുന്നത് നമുക്കുള്ളിലെ ആ നിത്യപ്രകാശത്തിലേക്കാണ്. ഈ ലോകം അപ്രത്യക്ഷമാകുകയും നമ്മൾ അനന്തമായ പ്രശാന്തതയിലേക്ക് ലയിക്കുകയും ചെയ്യുന്ന ആ നിമിഷമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നിർവൃതി. നമ്മളിവിടെ മനസ്സിലാക്കുന്നത് സോക്രട്ടീസ് കണ്ടെത്തിയ ആ പ്രശാന്തത നമുക്കും അന്യമല്ല. പുറത്തെ ലോകത്തെ താൽക്കാലികമായി അപ്രത്യക്ഷമാക്കുവാനുള്ള താക്കോൽ നമ്മുടെ കൈകളിൽ തന്നെയുണ്ട് എന്നാണ്. നമ്മുടെ ഇന്നത്തെ യാത്രയുടെ അവസാന ഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സത്യമെന്നത് ധ്യാനം എന്നത് ഹിമാലയത്തിലോ കാട്ടിലോ പോയി ചെയ്യേണ്ട ഒന്നല്ല എന്നാണ്. എവിടെയാണോ നമ്മളുള്ളത് അവിടെ ഇരുന്ന് നമ്മുടെ ബോധത്തെ ഉള്ളിലേക്ക് തിരിക്കാൻ
ഈ വിദ്യ നമ്മളെ സഹായിക്കും. ഒരു ട്രെയിനിലോ അല്ലെങ്കിൽ ഒരു ബസ്സിലോ യാത്ര ചെയ്യുമ്പോൾ പോലും നമുക്കിത് ചെയ്യുവാൻ കഴിയും. നമുക്ക് മുന്നിലുള്ള ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക്, അതൊരു യാത്രക്കാരനാകാം, അതിലേക്ക് നിർനിമിഷനായി നോക്കി നിൽക്കുക. ഇമ പൂട്ടാതെ ആ രൂപത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പെട്ടെന്ന് ആ ട്രെയിൻ അവിടെ അപ്രത്യക്ഷമാകും, അല്ലെങ്കിൽ ആ ബസ് അവിടെ അപ്രത്യക്ഷമാകും, ആ വ്യക്തി അവിടെ അപ്രത്യക്ഷമാകും, ആ ലോകം തന്നെ ഇല്ലാതാകും. നമ്മൾ നമുക്കുള്ളിലെ നിശബ്ദതയിലേക്ക് മടങ്ങിയെത്തും. ഇക്കാര്യത്തിൽ നമ്മൾ സോക്രട്ടീസിന്റെ ഭാര്യയെയും അദ്ദേഹത്തെയും കുറിച്ചുള്ള കഥകൾ ഓർക്കുന്നത് നന്നായിരിക്കും. സോക്രട്ടീസ് ചിലപ്പോൾ വീട്ടിലിരുന്ന് ഇതേ വിദ്യ പരീക്ഷിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ ഉള്ളിലേക്ക് തിരിയുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിലിരിക്കുന്നവർ പോലും അദ്ദേഹത്തിന് മായയായി മാറും. ഒരവസരത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ചായ ഒഴിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹം ഈ ലോകത്തേക്ക് തിരിച്ചു വന്നത്. ഇതിനർത്ഥം ബോധപൂർവം നമ്മുടെ ഒരു നോട്ടത്തെ ഒരിടത്തുറപ്പിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഏത് ദുരിതത്തെയും ഏത് പിരിമുറുക്കത്തെയും ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമാക്കാൻ സാധിക്കുമെന്നാണ്. നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങളോ വ്യക്തികളോ മായയായി മാറുന്ന ആ നിമിഷം നമ്മൾ അനുഭവിക്കുന്നത് പരമമായ സ്വാതന്ത്ര്യമാണ്. നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു രഹസ്യം ഈ മടക്കയാത്ര നമ്മെ ഒരു പുതിയ മനുഷ്യനായി മാറ്റുന്നു എന്നതാണ്. മുമ്പ് നമ്മൾ നമ്മുടെ ശരീരത്തിനുള്ളിലെ ഒരു തടവുകാരനായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ പുറത്തെ ആകാശം കണ്ട് മടങ്ങി വരുന്ന ഒരു രാജാവിനെ പോലെയാണ്. ശരീരത്തിലേക്ക് നമ്മൾ തിരികെ വരുമ്പോൾ അത് പഴയതുപോലെയല്ല. ഓരോ ശ്വാസവും ഓരോ ചലനവും ഇപ്പോൾ നമുക്കൊരു ആഘോഷമാണ്. നമ്മുടെ വിരലുകൾ ചലിപ്പിക്കുമ്പോൾ അത് നമ്മൾ അറിയും. നമ്മുടെ ഹൃദയമെടുപ്പ് നമ്മൾ പൂർണ്ണമായും ശ്രദ്ധിക്കും. മനസ്സെന്ന രോഗമില്ലാത്ത, പിരിമുറുക്കമില്ലാത്ത ഒരു പുതിയ ജീവിതത്തിലേക്കാണ് നമ്മളിവിടെ പുനർജനിക്കുന്നത്. നമ്മുടെ ഈ കണ്ണുകൾ വെറുമൊരു ലെൻസ് മാത്രമല്ല, അവ നമ്മുടെ ബോധത്തിന്റെ പ്രതിഫലനമാണ്. മുമ്പ് നമ്മൾ ശരീരത്തിനുള്ളിൽ തടവിലായിരുന്നു, എന്നാൽ ഇപ്പോൾ നമ്മൾ ശരീരത്തെ ഉപയോഗിക്കുന്ന ബോധമാണ്. നമ്മൾ കാണുന്ന ഈ ലോകം പഴയതായിരിക്കില്ല. നമ്മളൊരു പുതിയ മനുഷ്യനാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ബോധത്തെ പുറകിലേക്ക് തിരിക്കാൻ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ നമ്മുടെ സ്വത്വത്തെ തിരിച്ചറിയുകയാണ്. ഈ നിർവൃതി, ഈ പ്രശാന്തത നമുക്കുള്ളിൽ എപ്പോഴും നിലനിൽക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ പൂർണ്ണമാക്കുകയാണ്. വിജ്ഞാൻ ഭൈരവ തന്ത്രത്തിലെ ഈ വിദ്യയിലൂടെ നമ്മൾ സഞ്ചരിച്ച ഈ പാത നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പ്രകാശം കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ ദർശനങ്ങൾ വെറും അറിവായി കാണാതെ നിങ്ങളുടെ ഓരോ നിമിഷത്തിലും ഇത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. കണ്ണുകൾ അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ സാക്ഷിഭാവത്തിൽ തന്നെ നിലകൊള്ളുക. നമ്മൾ ഒന്നിച്ച് നടത്തിയ ഈ യാത്രയിൽ പങ്കാളികളായ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങൾക്കുള്ളിലെ ആ പരമമായ ചൈതന്യത്തിന് മുമ്പിൽ ഞാൻ ഒരിക്കൽ കൂടി പ്രണമിക്കുന്നു. സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.